അതേപോലെ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവര് മഹാത്മാഗാന്ധിയെ കൊന്നവരെ അംഗീകരിക്കുന്നോ ചോദിക്കണം. അല്ല, അത് നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സഹോദര, ഇതിനെക്കുറിച്ചൊന്നും ഒരു ആശങ്ക വേണ്ട. UDF വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആ മനോഭാവമുള്ള ജനവിഭാഗങ്ങളെല്ലാം, അത് സംഘടനകളായാലും ജനവിഭാഗങ്ങളെല്ലാം അവർക്ക് വോട്ട് ചെയ്യും. ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വികാരങ്ങളായിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത്? പക്ഷേ അതുകൊണ്ട് ആ പിന്തുണക്കുന്നവരെയെല്ലാം അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ? അതിനകത്ത് എവിടെയാണ് അർത്ഥം? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. എന്നപോലെ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവര് മഹാത്മാഗാന്ധിയെ കൊന്നവരെ അംഗീകരിക്കുന്നോ ചോദിക്കണം. അല്ല, അത് നിങ്ങൾ അദ്ദേഹത്തോട് ഇതിനകത്ത് വ്യക്തമാണ്. ഇതൊക്കെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ തരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല. UDFിൻ്റെതായിട്ടുള്ള ലൈനുണ്ട്, കോൺഗ്രസിൻ്റെതായ ദേശീയ ലൈനുണ്ട്. ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ഇല്ല. ക്ലിയറാണ്. അതിൽ തന്നെ പിടിക്കാതെ സർക്കാർ ഒന്ന് മാറ്റിപ്പിടി. UDFിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോടല്ല ചോദ്യം ചോദിച്ചത്, ഞാൻ പറഞ്ഞു. എന്തൊരു സാങ്കല്പിക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാ ഞാനെങ്ങനെയാ മറുപടി പറയാ? ഇത് സ്വപ്നം കണ്ടതാണോ ഇത്? ചിലർ ഇപ്പം UDFിനെ പിന്തുണയ്ക്കും, അവർ മുമ്പ് LDFിനെ പിന്തുണക്കും, അവർ മുമ്പ് വേറെ പിന്തുണക്കും. അതൊന്നും എനിക്കറിയില്ല. ആ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ലൈൻ പറഞ്ഞു, നമ്മുടെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞു. ഇതാണ് പാർട്ടിയുടെ ലൈൻ. കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പിന്തുണയുടെ പേരിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ക്രൈസ്തവ സമുദായത്തിന് വലിയ വിഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒറീസയിൽ വലിയ ക്രൈസ്തവ ജാഥ നടന്നു. ഒറീസയിൽ നടന്ന ക്രൈസ്തവ ജാഥ സമീപകാലത്തൊന്നും ഇല്ലാത്ത വണ്ണം ക്രൈസ്തവ പ്രക്ഷോഭമാണ്. റിലീജിയസ് ഫ്രീഡം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവം. അവിടെ കഴിഞ്ഞ BJP ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 10 മാസമേ ആയിട്ടുള്ളൂ. ആ 10 മാസത്തിനിടയിൽ 6 പ്രാവശ്യമാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു സംഘം കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയത്. 2 സംഘവും. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഒരു കത്ത് ഒറീസ മുഖ്യമന്ത്രിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഒറീസ മുഖ്യമന്ത്രിക്ക്. ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ അവിടെ പോയി കണ്ടു. ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ആ പള്ളിയിൽ പോയി, അവിടെ ചർച്ചിൽ പോയി, പോലീസിൻ്റെതായി ശക്തമായി സമരം നടത്തി. കേസെടുത്തില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു.